ചെറുപ്രായത്തിൽ തന്നെ സാങ്കേതിക വിദ്യയെ അടുത്തറിഞ്ഞ് സാധ്യതകളുടെ വലിയ ലോകത്തേക്ക് പടവുകൾ കയറുകയാണ് ഫാത്തിമ നസ്ല എന്ന 7ാം ക്ലാസ്സുകാരി. ഫെബ്രുവരി 10-ന് UAE-യിലെ ഫുജൈറയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ഈ കൊച്ചുമിടുക്കി. നെല്ലായ പൊട്ടച്ചിറ MTI സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ നസ്ല വല്ലപ്പുഴ ചെറുകോട് സ്വദേശിനിയാണ്. AI is a technique. In the recent past, it has been accomplished by creating machines and robots. These are used in the range of fields like healthcare, education, business, etc. Now, in your mind, AI is a new term. Yes or no? Yes, AI is not a new term. Now we are talking about the history of AI. First one, neural network. So, did you know what are neural network? Neural network are the series of algorithms that mimic on the animal brains recognize relationship between vast amount of data. സ്കൂളിൽ സാങ്കേതിക പഠനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഡിംഗ് ക്ലാസുകളിലൂടെയാണ് നസ്ല സാങ്കേതിക വിദ്യയെ അടുത്തറിയുന്നത്. തുടർന്ന് കോഴിക്കോട് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന ദേശീയ ഡിജിറ്റൽ ഫെസ്റ്റിൽ സ്ലൈഡ് പ്രസന്റേഷൻ ഇനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് നസ്ല ഫുജൈറയിൽ വെച്ച് നടക്കുന്ന അന്തർദേശീയ ഡിജിറ്റൽ ഫെസ്റ്റിലേക്ക് യോഗ്യത നേടിയത്. പ്രമുഖ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ സൈബർ സ്ക്വയറാണ് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള മത്സരാർത്ഥികളുടെ വിഭാഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അവതരണം നടത്തിയാണ് നസ്ല 30ഓളം മത്സരാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. വളരെയധികം തയ്യാറെടുപ്പുകൾ വേണ്ട സ്ലൈഡ് പ്രസന്റേഷൻ വിഭാഗത്തിന് എല്ലാവിധ പിന്തുണയുമായി സ്കൂളിലെ IT അധ്യാപകരായ സൈഫുദ്ദീനിൽ അമീനും മിനി ടീച്ചറും നസ്ലയ്ക്കൊപ്പമുണ്ട്. അന്തർദേശീയ തലത്തിൽ പങ്കെടുത്ത് മത്സരിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ പരമാവധി പരിശ്രമിക്കുമെന്നും നസ്ല പറഞ്ഞു. കഴിഞ്ഞു നടന്ന ഗ്ലോബൽ ഇന്ത്യൻ സ്റ്റുഡൻസ് സ്കൂൾ കോമ്പറ്റീഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടോപ്പിക്കായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻ്റർനാഷണൽ മെറ്റാവേഴ്സ് എന്നുള്ള ടോപ്പിക്കായിട്ട് പോകണം. രണ്ട് ഭാഗത്തു നിന്നുണ്ട്. സ്കൂളിൽ നിന്നായാലും സാറുമാരായാലും ടീച്ചർമാരായാലും എല്ലാം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും വീട്ടിൽ നിന്നായാലും ഹെൽപ്പിംഗ് ആണ്. നല്ല സന്തോഷമുണ്ട്. കാരണം അത്രയും സ്റ്റുഡൻസ് പങ്കെടുത്ത ഒരു കോമ്പറ്റീഷനിൽ ഇതിനൊരു ചാൻസ്, ഇൻ്റർനാഷണൽ ലെവൽ ചാൻസ് കിട്ടുക എന്നുള്ളതിൽ നല്ല സന്തോഷമുണ്ട്. ഫെബ്രുവരി 10-നാണ് കോമ്പറ്റീഷൻ. ശ്രമിക്കും, നമ്മൾ ബെസ്റ്റ് ലെവൽ ട്രൈ ചെയ്യും. ഉറപ്പില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്ന അവസരം നസ്ലയെ തേടിയെത്തിയതിനു പിന്നിൽ ഏറെ നാളത്തെ പരിശ്രമവും കഠിനാധ്വാനവുമുണ്ട്. അധ്യാപകരും സഹപാഠികളും രക്ഷിതാക്കളുമെല്ലാം മികച്ച പിന്തുണയാണ് നൽകുന്നത്. വല്ലപ്പുഴ ചെറുകോട് കൊല്ലരുതൊടി മുസ്തഫയുടെയും ജസ്ലിയയുടെയും മകളാണ് ഫാത്തിമ നസ്ല. വിദ്യാലയത്തിന്റെ യശസ് വാനോളമുയർത്തി അന്തർദേശീയ തലത്തിലേക്ക് യോഗ്യത നേടിയ നസ്ലയ്ക്ക് മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയുമെല്ലാം അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കോഴിക്കോട് വെച്ച് നടന്ന ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ച് നടന്ന ദേശീയ തലത്തിലുള്ള ഡിജിറ്റൽ ഫെസ്റ്റിലെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ നസ്ല ഫെബ്രുവരി 10-ാം തീയതി ഫുജൈറയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ പോകുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നസ്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാന താരമാണ്. ഈ മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിത്വമാണ് നസ്ല എന്ന് അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. വളരെ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യാൻ നസ്ല ഒരുക്കമാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിലേക്കുള്ള നസ്ലയുടെ തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ നിന്ന് തന്നെ ആകെ 5 പേർക്കാണ് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ഇതിലൊരാളാണ് 7ാം ക്ലാസ്സുകാരിയായ ഫാത്തിമ നസ്ല.